ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി നേരെ സോണിയുടെ അരികിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സോണിയോടായിട്ട് പറയുകയാണ്, എന്തായാലും എൻ്റെ ആങ്ങള കാരണം നിന്റെ ജീവിതം നശിച്ചു, എനിക്ക് അതിൽ നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നീ മറ്റൊരു വിവാഹത്തിന് എത്രയും വേഗം അതിന് നീ തയ്യാറെടുക്കണം, നീ അതിന് സമ്മതിക്കണം, എങ്കിൽ മാത്രമേ അമ്മയുടെ അച്ഛൻ്റെ വിവാഹത്തിന് അവർ സമ്മതിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് എങ്കിൽ രൂപ പറഞ്ഞത് കൊണ്ട് കൂടിയാണ് കല്യാണി അങ്ങനെ പറയുന്നത്. പക്ഷെ അതൊന്നും തന്നെ ചെവിക്കൊള്ളാനായിട്ട് നമ്മുടെ സോണി തയ്യാറാകുന്നില്ല. സോണി അവിടെ നിന്നും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതിനുശേഷമാണെങ്കിൽ കിരൺ അച്ചായനെ കാണുന്നുണ്ട്. അങ്ങനെ കിരൺ പറയുകയാണ്, സോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ അച്ഛൻ അമ്മയെ വിവാഹത്തിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അച്ചായ എന്ന് പറയുമ്പോൾ, അതെനിക്കറിയാം മോനെ, എന്തായാലും സോണിമോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. എത്രയും വേഗം ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം എനിക്ക് നടത്തിയിരിക്കണം എന്നൊക്കെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനനും പറയുന്നുണ്ട്, എത്രയും വേഗം സോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, എത്രയും വേഗം ആ ഒരു എൻഗേജ്മെന്റ് പോലെയെങ്കിലും നടത്തി വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ രാഹുൽ രൂപയെ കാണാൻ വരികയാണ്. അങ്ങനെ രാഹുൽ രൂപയോടായിട്ട് കുറച്ച് പണം ആവശ്യപ്പെടുന്നുണ്ട്. നീ എത്രയും വേഗം എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എത്രയും വേഗം നീ എനിക്കത് തരണം. നമ്മുടെ ജീവിതത്തിൽ കരടായി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കണം. അങ്ങനെ ആ നിൽക്കുന്ന കരടുകളൊക്കെ എത്രയും വേഗം ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് പണം വേണമെന്ന് പറയണം. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഗുണ്ട എന്ന് പറയുന്നത് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം വരുന്ന ഒരു ഗുണ്ടയാണ്. രാഹുലാണ് ഗുണ്ടയെ വരുത്തുന്നത്. ആ ഗുണ്ടയ്ക്ക് പണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ രൂപയോട് പണം ചോദിക്കുന്നത് രാഹുല്. അതേ സമയത്ത് രൂപയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. രാഹുലിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി കയ്യൊക്കെ ഞെരിച്ച് അമർത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.